Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എല്ലാവരും വായിച്ചോ? ഇന്ന് ഇംഗ്ലീഷ് എടുക്കുന്ന ശ്രുതി മിസ് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഓക്കെ, എല്ലാവരും വായിച്ചു? ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്. എത്രാമത്തെ പോയിന്റ് ആയിരുന്നു പറഞ്ഞത്? തേർഡ് പോയിന്റ് അല്ലേ? അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ചാപ്റ്റർ 6 ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫോർത്ത് പോയിന്റ് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ളത്. ഫോർത്ത് പോയിന്റ് ഈസ് ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണമോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഇല്ലാത്തതിലുള്ള തടസ്സം. ഇപ്പൊ ഡോക്ടേഴ്സ് തമ്മിൽ, അതായത് ഡോക്ടറും പേഷ്യന്റും തമ്മിലാണെങ്കിലും കൺസൾട്ടേഷൻ സമയത്ത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. രോഗി വരുമ്പോൾ സിംറ്റംസ് പറയുമ്പോൾ ഡോക്ടർ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ സിംറ്റംസ് പറഞ്ഞ് ഡോക്ടറെ ബോധ്യപ്പെടുത്താനായിട്ട് രോഗിക്ക് കഴിയാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അവരെ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള് എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് OPD വരാറുണ്ട്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഒന്ന്, ഡോക്ടറും അതുപോലെ തന്നെ പേഷ്യന്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കൺസൾട്ടേഷൻ നടത്തുമ്പോൾ ഡോക്ടർക്ക് രോഗിയുടെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ വരിക, അല്ലെങ്കിൽ ഡോക്ടറെ സിംറ്റംസ് വേണ്ട രീതിയിൽ രോഗിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ വരിക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. ഓക്കെ, then fifth point, lack of privacy. അതായത് പ്രൈവസി ഇല്ലായ്മ. പ്രൈവസി മീൻസ് എന്താണ്? സ്വകാര്യത. സ്വകാര്യത ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ആബ്സെൻസ് നമുക്ക് OPDയിലെ സ്പെസിഫിക് പ്രോബ്ലംസിൽ ഒന്നായിട്ട് പറയാറുണ്ട്. എങ്ങനെയാണ് ഈ പ്രൈവസി കൂടുതലായിട്ട് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് പ്രൈവസി കാത്ത് സൂക്ഷിക്കുക? ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പ്രൈവസി കീപ്പ് ചെയ്യുക അല്ലെ ഹോസ്പിറ്റലില്. അതായത് ലാക്ക് ഓഫ് പ്രൈവസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ റൂം ഓപ്പൺ ആയി കിടക്കുക. ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡോറുകൾ കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഈവൻ ചില ഹോസ്പിറ്റലിൽ കർട്ടൻ പോലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? ലാക്ക് ഓഫ് പ്രൈവസിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ പറയുമ്പോൾ മറ്റ് പേഷ്യൻസ് കേൾക്കാനായിട്ട് ഇടവരിക. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ? ക്യൂ ആയിട്ടായിരിക്കും പേഷ്യൻസ് നിൽക്കുന്നത്. ഡോക്ടറും അതുപോലെ തന്നെ വേറൊരു പേഷ്യന്റും റൂമിൽ ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ഹെൽത്ത് ഇഷ്യൂ പറയുന്ന സമയത്ത് ക്യൂ നിൽക്കുന്ന പേഷ്യൻസിന് എന്ത് കേൾക്കാനായിട്ട് സാധിക്കും? ഈ പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ അതും എന്താണ്? ലാക്ക് ഓഫ് പ്രൈവസിയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രൈവസി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന സ്ഥലത്ത് സ്കാനിങ് ഏരിയകളിലൊക്കെ പ്രോപ്പർ ആയിട്ട് കർട്ടനുകളോ ഡോറുകളോ ഇല്ലാത്തത്, അതൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നത് ലാക്ക് ഓഫ് പ്രൈവസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് മറ്റ് സ്റ്റാഫുകൾ പേഷ്യൻസിന്റെ വിവരങ്ങൾ ആരായുക. ഓക്കെ, അതായത് ഒരു ആവശ്യമില്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവുള്ളൂ, ഡോക്ടർ അല്ലാതെയുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ഒരു പേഷ്യൻസിനോട് കുത്തി ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, എന്തുകൊണ്ടാണ് പറ്റിയത്, എങ്ങനെയാണ് അത് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യുന്നതും ലാക്ക് ഓഫ് പ്രൈവസിയുടെ ഭാഗമായിട്ടാണ്
വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂം ഓപ്പൺ ആയി കിടക്കുക, അതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്ന സ്ഥലങ്ങൾ, എക്സ്റേ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയി കിടക്കുക, ഹെൽത്ത് ഇഷ്യൂ ഡോക്ടറോട് പറയുമ്പോൾ മറ്റ് പേഷ്യൻസ് അത് കേൾക്കാനായിട്ട് ഇടവരിക, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് പേഷ്യൻസിന്റെ കാര്യങ്ങൾ മറ്റ് സ്റ്റാഫുകൾ ആരായുന്നതും ഈ ഒരു ലാക്ക് ഓഫ് പ്രൈവസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Then sixth point എന്ന് പറഞ്ഞാല് illegible handwriting of the doctors. നമുക്കറിയാം ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെ? നമുക്കത് വായിച്ചെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ ഡോക്ടർമാരുടെയും കാര്യം അത് തന്നെയാണ്. വളരെ റയർ ആയിട്ട് ചില ഡോക്ടർ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതും, റയർ ആയിട്ട് മാത്രം. നമ്മൾ പണ്ടത്തെ ഡോക്ടേഴ്സിനൊക്കെ എടുത്താൽ അവരുടെ അക്ഷരം അല്ലെങ്കിൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാവില്ല, ഏത് ലെറ്റർ ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കൂടി നമുക്ക് വായിക്കാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള, അതായത് ഈ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒ പി ഡിയിലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിന് കാരണമാവാറുണ്ട്. കാരണം പേഷ്യൻസിന് അത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പേഷ്യൻസിന് ഒരു ഫാർമസിസ്റ്റിന്റെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നഴ്സിന്റെ സഹായം ഇല്ലാതെ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് സ്പെസിഫിക് പ്രോബ്ലം ഓഫ് OPD. ഓക്കെ, ദെൻ സെവൻത് പോയിന്റ് എന്ന് പറയുന്നത് പോളിഫാർമസിയാണ്. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒന്നിലധികം മരുന്നുകൾ ഒരു രോഗി കഴിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്താണ് പറഞ്ഞത്? ഒന്നിലധികം മരുന്നുകൾ, അതായത് ഒരു രോഗിക്ക് പല രോഗങ്ങളും ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഉണ്ടാവാം, പ്രഷർ ഉണ്ടാവാം, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസ് പല മെഡിസിൻസ് ആയിരിക്കും കഴിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഫാർമസിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന് വരുമ്പോൾ കൂടെ നിൽക്കുന്ന, അതായത് ഓക്സിലറി സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കാരണം ഇവർക്ക് ഇങ്ങനെ കൂടുതലായിട്ട് മെഡിസിൻസ് എഴുതുമ്പോൾ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കോ അല്ലെങ്കിൽ അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒന്നിലധികം മരുന്നുകൾ ഒരു പേഷ്യന്റ് തന്നെ കഴിക്കുന്നതാണ്. അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ പറയാറ്. ഓക്കെ, എയ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ക്യൂകൾ നേരാവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതായത് പ്രോപ്പർ ആയിട്ട് ക്യൂയിങ് സംവിധാനം അവിടെ ഇല്ല. ക്യൂ നിൽക്കുന്ന ഒരു ഏർപ്പാട് ചില ഹോസ്പിറ്റലിൽ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ക്യൂകള് നേരാവണ്ണം ചില എന്താ പറയാ നേരായിട്ടുള്ള രീതിയിൽ ക്യൂകൾ പാലിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ OPD-യിൽ ഉണ്ടാകാം. ഓക്കെ, ദെൻ നയൻത് പോയിന്റ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസീസ്. അതായത് ചില മരുന്നുകൾ, ഡോക്ടേഴ്സ് എഴുതുന്ന ചില മരുന്നുകൾ ഫാർമസിയിൽ ഇല്ലാതെ വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഡോക്ടറെ കാണുന്നത്, അല്ലെ? ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് നമ്മൾ ഫാർമസിയിൽ ചെല്ലും. ഓക്കെ, ഫാർമസിയിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു മണിക്കൂറുകൾ നീണ്ട ക്യൂവിന് ശേഷം ഫാർമസിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയും അവർ പറയുകയാണ് ഈ മരുന്ന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കും, എങ്ങനെയായിരിക്കും അല്ലെ? കാരണം അത്രയും നേരം നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ആ കൗണ്ടറിന് മുന്നിൽ ചെന്നത്. അപ്പോഴാണ് ഇവർ പറയുന്നത് മരുന്നുകൾ ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന വിഷമവും ദേഷ്യമൊക്കെ എത്രത്തോളം ആയിരിക്കും. അപ്പൊ അത് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ് OPD-യിലെ. ഓക്കെ, then 10th point, use of the trade name of medicines by the doctors create confusion to patients when different named medicines of the same genera are supplied to the patients. Okay, അതായത് ഒരേ ജനസിലുള്ള വിവിധ പേരുകളിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ ഡോക്ടർമാർ മരുന്നുകളുടെ ട്രേഡ് നെയിം ആണ് ഉപയോഗിക്കുക. ഞാൻ ഒന്നും കൂടി പറയാം ഈ കാര്യം. ഒരേ ജനസിലുള്ള വിവിധ പേരുകളിലുള്ള മരുന്നുകൾ സപ്ലൈ ചെയ്യുമ്പോൾ ഡോക്ടർമാർ മരുന്നുകളുടെ ട്രേഡ് നെയിം ആണ് ഉപയോഗിക്കുക.
ഇത് രോഗികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, അതായത് ജനറിക് മെഡിസിനും ഉണ്ട്, ട്രേഡ് മെഡിസിനും ഉണ്ട്. ജനറിക് മെഡിസിൻ എന്താണെന്ന് വെച്ചാല് ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നീണ്ട വർഷങ്ങൾ എടുത്ത് ഗവേഷണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഭീമമായിട്ടുള്ള തുക മുടക്കിയുമാണ് ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെ? നമുക്കറിയാലോ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ് എന്ത് ചെയ്യുന്നത്, മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. ഓരോ രോഗങ്ങൾക്കും കാലാനുസൃതമായിട്ട് വരുന്ന ഓരോ രോഗങ്ങൾക്കും അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് കുറെ വർഷങ്ങളെടുത്താണ്. അതുപോലെ തന്നെ വളരെയധികം ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോ ആ മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ മരുന്ന് ഒരു 20 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കോ വേറൊരു കമ്പനിക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റില്ല. അതിന്റെ പേറ്റന്റ് 20 വർഷത്തേക്ക് ഏത് കമ്പനിയാണോ കണ്ടുപിടിച്ചത് അവർക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കാനായിട്ട് അവകാശം, അല്ലെങ്കിൽ അവർക്ക് മാത്രമായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യാനും സപ്ലൈ ചെയ്യാനായിട്ട് അധികാരമുള്ളത്. അങ്ങനെ പാറ്റന്റ് വാങ്ങാറുണ്ട്. ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യയിലാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 20 വർഷത്തേക്ക് പാറ്റന്റ് വാങ്ങും. ഈ 20 വർഷത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു കമ്പനിക്കും ഈ സെയിം മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാനോ സപ്ലൈ ചെയ്യാനോ സാധിക്കില്ല. കാരണം ഇത്രയും ഹ്യൂജ്, ഒരു 100 കോടിയാണ് അവർ മരുന്നിന് മുടക്കിയിട്ടുള്ളതെങ്കിൽ, കണ്ടുപിടിക്കാനായിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 100 കോടി ഇവർക്ക് കിട്ടണ്ടേ, തിരിച്ചു കിട്ടണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇവര് ഇത്ര വർഷത്തേക്ക് പേറ്റന്റ് എടുക്കണം. ഓക്കെ, ഈ 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക്, അതായത് പേറ്റന്റ് അവസാനിച്ചതിന് ശേഷം മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഈ മരുന്ന് ഈ സെയിം എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആ മരുന്നിൽ എന്ത് എലമെന്റ് ആണോ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആ മരുന്ന് നിർമ്മിക്കാൻ, ആ സെയിം എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, മറ്റ് കമ്പനികൾക്ക് ഈ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പക്ഷെ ആ മരുന്നുകൾ സെയിം എലമെന്റ് ആണെങ്കിലും ആ മരുന്നിന്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവാം, ഫ്ലേവറിൽ വ്യത്യാസം ഉണ്ടാവാം, അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവാം, ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ ആദ്യം കണ്ടുപിടിച്ച മരുന്നിനെ നമ്മൾ ജനറിക് മെഡിസിൻ എന്നും, രണ്ടാമത് അതായത് 20 വർഷങ്ങൾക്ക് ശേഷം മറ്റു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് പല പേരുകളിലും പല ഫ്ലേവറുകളിലും പല കളറുകളിലും നിർമ്മിച്ചിരിക്കുന്ന മരുന്നിനെ ട്രേഡ് മെഡിസിൻ എന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഏകദേശം ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, ഫോർ എക്സാമ്പിൾ പാരസെറ്റാമോളിന്റെ ജനറിക് മെഡിസിൻ, അതായത് സെയിം പാരസെറ്റാമോൾ എന്ന് പറയുന്ന ആ ഒരു നമ്മളൊരു വൈറ്റ് കളറായിട്ടിരിക്കുന്ന വൈറ്റ് സ്ട്രിപ്പിൽ കിട്ടുന്ന ഒരു ഇതില്ലേ, ടാബ്ലറ്റ് ഇല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്നത്, അത് ജനറിക് മെഡിസിൻ ആണ്. എന്നാൽ അതിന്റെ തന്നെ പല രൂപങ്ങളിൽ, ഡോളോ ആയിട്ടും പല പല പേരുകളിൽ പാരസെറ്റാമോളിന്റെ മരുന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ട്രേഡ് മെഡിസിൻ ആണ്. ഓക്കെ, പിന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളിന്റെ ഗുളിക റൊസാസ്റ്റിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ജനറിക് നെയിം എന്ന് പറയുന്ന റൊസാസ്റ്റിൻ. അത് പല പേരുകളിലായിട്ട് പല കമ്പനികൾ ഉത്പാദിപ്പിക്കുമ്പോൾ അതിന്റെ പേരുകൾ മാറുന്നു. റോസ്റ്റിൻ 10 ആവുന്നു, റോസ്വാസ് 10 ആകുന്നു. ഇതൊക്കെ എന്താണ്, കൊളസ്ട്രോളിന്റെ തന്നെ ടാബ്ലറ്റ് ആണ്, പക്ഷെ അത് പല കമ്പനികളാണ് ഉത്പാദിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ട്രേഡ് നെയിം. ഓക്കെ, അപ്പൊ പേഷ്യൻസ് മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ കൂടുതൽ ആളുകൾ എന്താ ചെയ്യുക, അതായത് കമ്മീഷൻ കൂടുതലായിട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും മരുന്നുകളുടെ സപ്ലൈ നടത്തുന്നത്, അല്ലെ, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ. അപ്പൊ കൂടുതൽ വില കൂടിയ മരുന്നുകളായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഡോക്ടർ ചിലപ്പോൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ 100 രൂപയുടെ മരുന്നാണ് എഴുതി കൊടുക്കുന്നതിൽ അതിന്റെ സെയിം ജനറിക് മെഡിസിൻ ചിലപ്പോൾ 10 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ്, അതായത് ആ മരുന്ന് തന്നെ ഇല്ല ഈ മരുന്ന് എന്നുള്ളൊരു കൺഫ്യൂഷൻ, ട്രേഡ് നെയിമും ജനറിക് നെയിമും വ്യത്യസ്തമാണെങ്കിലും മരുന്നിന്റെ കണ്ടന്റ് എലമെന്റ് എന്നുള്ളത് സെയിം ആണ്. ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് എന്തുണ്ടാക്കാറുണ്ട്, പേഷ്യൻസിൽ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, 11ാമത്തെ പോയിന്റ്, നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. അതായത് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡോക്ടേഴ്സ് ചിലപ്പോൾ പറയാറില്ല എത്രമാത്രം ഈ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ എത്ര കാലം ഈ മരുന്ന് കഴിക്കണം എന്ന് ഡോക്ടർ പറയാറില്ല, അല്ലെ?
നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചക്ക് ആയിരിക്കാം മരുന്ന് തരുന്നത്, അല്ലെങ്കിൽ ഒരു മാസത്തേക്കായിരിക്കാം മരുന്ന് തരുന്നത്, അല്ലെ? നമ്മൾ ആ മെഡിസിൻ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ വാങ്ങിച്ചിട്ട് നമ്മൾ അത് കഴിച്ചു, നമ്മൾ ഓക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് മെനക്കെടാറില്ല, അല്ലെ? കാരണം വീണ്ടും ഫീസ് കൊടുക്കണം, വീണ്ടും മെഡിസിൻ മേടിക്കണം, ഇതൊക്കെ എന്താണ് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രോഗിക്ക് അറിയില്ല എത്ര നാളീ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ എത്ര ടൈംസ് ഇത് എടുക്കണം എന്ന് പോലും രോഗിക്ക് ചിലപ്പോൾ അറിയാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ vitamin D3 ടെസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? vitamin D3 ടെസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെ? ശരിക്കും പറഞ്ഞാല് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസമാണ് അതിന്റെ ഏകദേശം ഒരു കാലയളവ് വരുന്നത്. അത് വൺസ് ഇൻ എ വീക്ക് ആണ് നമ്മൾ അത് കഴിക്കുന്നത്, vitamin D3. ഓക്കെ, ഈ ടെസ്റ്റ് നമ്മൾ ആദ്യം നടത്തുമ്പോൾ ഈ ടെസ്റ്റിന് ഭയങ്കര എമൗണ്ട് ആണ്, 1000 രൂപ എന്തുമാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഈ ടെസ്റ്റ് നടത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയുന്നത്. നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങുന്നു, കഴിക്കുന്നു. ഡോക്ടർ എത്രയാണോ അപ്പൊ ഒരു മാസത്തേക്ക് കഴിക്കാൻ പറഞ്ഞ ഒരു മാസം നമ്മൾ കഴിക്കുന്നു, പിന്നീട് നമ്മളത് ടെസ്റ്റ് ചെയ്യാനായിട്ട് മുതിരാറില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റും നമുക്ക് അത് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ, അതായത് വേണമെങ്കിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും കഴിക്കാം, പക്ഷെ വീണ്ടും വീണ്ടും കഴിച്ചാലുള്ള പ്രശ്നം അത് വേറൊരു അസുഖത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഈ ഒരു പ്രോപ്പർ ആയിട്ട് എത്ര കാലം മരുന്ന് കഴിക്കണം എന്നുള്ളതില് ഉണ്ടാവാറുണ്ട്. ഓക്കെ, then 12th one, sometimes wrong medicines are given by the pharmacist. ചില സമയത്ത് ഫാർമസിസ്റ്റ് തെറ്റായ മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ അശ്രദ്ധ കൊണ്ടാകാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഴുതിയത് മനസ്സിലാക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് മൂലമാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ സംഭവിക്കാവുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. The last one, insufficient and uncleaned toilets. ഇതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. അതായത് ടോയ്ലറ്റിന് മതിയായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഹൈജീൻ ഇല്ലാതിരിക്കുക, അതും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സ്പെസിഫിക് പ്രോബ്ലംസ് കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ ആണ്. അടുത്തത് എടുത്തോട്ടെ എന്നാ, വിത്ത് യുവർ പെർമിഷൻ നെക്സ്റ്റ് വൺ എടുത്തോട്ടെ. നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ടു സോൾവ്. എന്തൊക്കെയാണ് ഇതിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകൾ? ഈ പ്രോബ്ലംസ് നമ്മൾ ജനറിക് പ്രോബ്ലംസ് പറഞ്ഞു, അതുപോലെ സ്പെസിഫിക് പ്രോബ്ലംസ് പറഞ്ഞു. എന്തൊക്കെയാണ് ഇതിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. ഹോസ്പിറ്റലുകളിൽ പ്രോപ്പർ ആയിട്ട് സൈൻ ബോർഡുകൾ ഉണ്ടായിരിക്കുക. നമുക്ക് ചെന്നാൽ കാണാനായിട്ട് സാധിക്കും, അല്ലെ? OPD-യിൽ നമ്മൾ ചെല്ലുമ്പോഴും പലതരത്തിലുള്ള ഏരിയകളിലുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ നമുക്ക് ചെല്ലണമെങ്കിൽ വഴി അറിയണം, അല്ലെ? ഇപ്പൊ എവിടെയാണത് പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. ഇപ്പൊ സൈൻ ബോർഡുകൾ ഉണ്ടെങ്കിലാണ് രോഗികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇപ്പൊ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷൻ എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിന് സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. രണ്ടാമത്തത്, കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻസ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. അതുപോലെ തന്നെ എളുപ്പത്തിലുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആകുമ്പോൾ ഇലക്ട്രോണിക് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം. രോഗി ഒന്നിൽ കൂടുതൽ തവണ ആശുപത്രിയിൽ സന്ദർശനത്തിനായിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ ഫയല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സാധാരണയുള്ള ഫയലിനേക്കാളും എന്താണ് ഇലക്ട്രോണിക് രേഖയായിട്ട് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ഫയല് എടുക്കാവുന്നതാണ്. Then third one, multiple and multi-purpose fee collection zone. ഒന്നിലധികം ഫീ കളക്ഷൻ സോണുകൾ ഉണ്ടായിരിക്കുക. നമുക്കറിയാം ഇപ്പൊ ഏതൊരു സ്ഥലമാണെങ്കിലും ചിലപ്പോൾ ഒരെണ്ണം മാത്രമാണ് വർക്കിംഗ് ആവുക. അപ്പൊ ഫീസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള
കൗണ്ടർ എന്ന് പറയുന്നത് ഒരെണ്ണമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന്റെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ തങ്ങി നിറയുകയും കൂടുതൽ തിരക്കുണ്ടാവുകയും ചെയ്യുന്നു ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം പ്രീ കളക്ഷൻ സോണുകൾ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then fourth one, adequate number of doctors as per patient volumes. അതായത് പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ ഉണ്ടായിരിക്കുക. അപ്പൊ പേഷ്യന്റിന്റെ എണ്ണം 100 ആണെങ്കിൽ അതിന് ആനുപാതികമായിട്ട് എന്തുണ്ടായിരിക്കണം? ഡോക്ടേഴ്സിന്റെ എണ്ണം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. The next one, token display system. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പൊ എന്തുണ്ട്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട്. പേഷ്യൻസ് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പേഷ്യൻസിന്റെ നമ്പർ ഡിസ്പ്ലേയിൽ തെളിയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ കയറി ചെന്നറിയാം. നിർബന്ധമായിട്ടും എല്ലാ ഹോസ്പിറ്റലിലും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കാന്നുള്ളതും ഒരു മെത്തേഡായിട്ട് ഇവിടെ പറയുന്നുണ്ട്. Then multiple blood collection, diagnostic facilities, staffing and based on needs. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് പലതരത്തിലുള്ള ഒന്നിലും കൂടുതൽ ബ്ലഡ് കളക്ഷൻ സോണുകൾ ഉണ്ടായിരിക്കുക. രോഗനിർണയ ഫെസിലിറ്റീസ്, അതായത് രോഗനിർണയത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുക. അതുപോലെ സ്റ്റാഫുകൾ മതിയായിട്ടുള്ള ഇത് ഉണ്ടായിരിക്കുക എന്നുള്ളതും ഈ ഒരു മെത്തേഡായിട്ട് പറയാവുന്നതാണ്. സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം, ഒന്നിൽ കൂടുതൽ ബ്ലഡ് കളക്ഷൻ സോണുകൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ രോഗനിർണയത്തിനുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ്, adequate seating capacity, entertainment with the TV, magazine or health education measures, so leaflets, posters, magazine. അതായത് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഹോസ്പിറ്റലിൽ. രോഗി വന്നു കഴിഞ്ഞാൽ രോഗിക്ക് അത്യാവശ്യം വിശ്രമിക്കാനുള്ള സൗകര്യം, റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം, സീറ്റിംഗ് കപ്പാസിറ്റി നിർബന്ധമായിട്ടും വേണം. ഒരു TV ഉണ്ടെങ്കിൽ എത്രയും നല്ലത്. രോഗിയെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു TV ആകാം. പിന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് ടേബിളില് മാഗസീൻ അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഫ്ലെറ്റ്സുകള്, പോസ്റ്റേഴ്സുകള്, മാഗസീനുകളൊക്കെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാവുന്നതാണ്. രോഗിയെ എന്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് രോഗി വളരെയധികം ബുദ്ധിമുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറേയധികം വെയിറ്റ് ചെയ്താല് രോഗിക്ക് സ്വാഭാവികമായിട്ടും മുഷിച്ചിലുണ്ടാകും. അപ്പൊ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആക്കണമെന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. ജൂനിയർ ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കുക നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ജൂനിയർ ഡോക്ടേഴ്സ് നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ കാണാൻ വന്ന ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നടുവേദനയായിട്ട് വന്ന ഒരു വ്യക്തി, ഓക്കെ, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു നടുവേദന വന്നു. അപ്പൊ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലാണ് രോഗി പോയത്. അപ്പൊ ഈ രോഗിക്ക് അറിയില്ല ആരെയാണ് കറക്റ്റ് കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അവിടെ ജൂനിയർ ഡോക്ടറുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാം. ജൂനിയർ ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ രോഗിയെ ഓർത്തോ ഡോക്ടറിനെയാണോ അല്ലെങ്കിൽ ഓർത്തോ സർജനെയാണോ കാണിക്കേണ്ടത്. ഓക്കെ. അപ്പോ രോഗിക്ക് ശരിയായ വിധം സജഷൻ കൊടുക്കുന്നത് ആരാണ്? ജൂനിയർ ഡോക്ടേഴ്സ് ആണ്. ജൂനിയർ ഡോക്ടേഴ്സിന്റെ OP ഉണ്ടെങ്കിൽ എന്താണ് രോഗികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കുറയാനായിട്ടത് ഇടപെടും. ഓക്കെ. Then next one, queuing theory is a scientific and a mathematical way of solving the problem of overcrowding. Overcrowding ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികമായിട്ടുള്ള തിരക്കുകൾ ഹോസ്പിറ്റലിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യൂയിങ് തിയറി നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്യൂയിങ് സംവിധാനത്തിലൂടെ നമുക്ക് ആളുകളുടെ അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിന്റെ തിരക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി. ഓക്കെ. അതായത് കൃത്യത മെയിൻറ്റെയിൻ ചെയ്യുക, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. ഒരു ഹോസ്പിറ്റലാവുമ്പോൾ കൃത്യ സമയത്ത് എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടതും പ്രൊവൈഡ് ചെയ്യേണ്ടതും ഉണ്ട്. അപ്പൊ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Then redressal of grievances. Redressal of grievances എന്ന്
പറഞ്ഞാൽ എന്താ? പരാതി പരിഹാരം. അതായത് എന്തെങ്കിലും കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുടനടി പരിഹാരം കാണുക. ദാറ്റ് ഈസ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. പേഷ്യൻസിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ എന്ത് ചെയ്യാം? പരിഹരിച്ച് കൊടുക്കുക. ഓക്കെ. ലാസ്റ്റ് വൺ, പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. പ്രോപ്പർ ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ദിസ് ഈസ് മെത്തേഡ്സ് ടു സോൾവ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ആ 10th പോയിന്റ് പറഞ്ഞല്ലോ. 10th പോയിന്റ് പറഞ്ഞു ക്യൂയിങ് തിയറി. അതായത് ക്യൂ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള സംവിധാനം, സെക്യൂരിറ്റികളെ ഏർപ്പെടുത്തിയിട്ട് ക്യൂ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ക്യൂയിങ് തിയറി. പ്രോപ്പർ ആയിട്ട് ക്യൂ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. then ഇതൊന്ന് നിങ്ങൾ 2 മിനിറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD തുടങ്ങി ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് വരെ ജസ്റ്റ് ഒന്ന് വായിക്കുക. 2 മിനിറ്റ് തരാം കേട്ടോ. ടെൻത്ത് പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. 10th പോയിന്റ് പറഞ്ഞതായിരുന്നു. ഓ സോറി ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയിട്ടോ. ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത്, അതൊന്ന് പറയാം. അവോയ്ഡ് ക്യൂ ജമ്പിങ്, ദ ആക്ട് ഓഫ് ഗോയിങ് അഹെഡ് ഓഫ് അതർ പീപ്പിൾ, വെയിറ്റിംഗ് ഇൻ എ ലൈൻ, സംതിങ് ഇൻസ്റ്റീഡ് ഓഫ് വെയിറ്റിംഗ് വൺസ് ടേൺ. അതായത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, ക്യൂ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ആളുകള് ഇടയിൽ കയറാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റൂമിന് മുമ്പിലെ ക്യൂവിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന് ഫ്രണ്ടിൽ എത്താനായിട്ട് ഫസ്റ്റ് തന്നെ പോയി നിൽക്കാറുണ്ട്. അതായത് അത് ക്യൂ ജമ്പിങ് ആണ്. അതായത് ആളുകളുടെ ഇടയിൽ കയറി നിൽക്കുക, അതുപോലെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് പെട്ടെന്ന് റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രോബ്ലം ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ പ്രോബ്ലം അല്ല, മെത്തേഡ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ട് ക്യൂ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ക്യൂ ജമ്പിങ് ഒക്കെ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ഒരുവിധം OPD-യിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. എന്തൊക്കെ റെക്കോർഡുകളാണ് OPD-യിൽ സൂക്ഷിക്കുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് തരം റെക്കോർഡുകളാണ് സൂക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് OPD രജിസ്ട്രേഷൻ ഫോം. നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാൻ ചെന്ന് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് എന്ത് ലഭ്യമാകും? ഒരു ഫോം ലഭിക്കും അല്ലെ? ഓക്കെ, എല്ലാവർക്കും ഒരു ഫോം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ അത് ഫിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുക്കുക എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പൊ ഒരു ഫോം തരും നമുക്ക്. അതിനകത്ത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ നെയിം എന്താണ്, നമ്മുടെ ഏജ് എത്രയാണ്, നമ്മുടെ ജെൻഡർ എന്താണ്, പിന്നെ നമ്മൾ ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ മൊത്തം എന്ത് ചെയ്യും? നമ്മൾ ആ ഫോമിൽ എഴുതും. ആ ഫോമിൽ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫീസ് അടയ്ക്കുക അല്ലെ? ഫോം അവിടെ കൊടുക്കും.
പിന്നീടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ OPD രജിസ്ട്രേഷൻ ഫോം നിർബന്ധമായിട്ടും എവിടെ ഉണ്ടാക്കണം? OPD ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ദെൻ അഡ്മിഷൻ ഫോം. അഡ്മിഷൻ ഫോം OPD സൂക്ഷിക്കുന്ന ഒന്നാണ്. അഡ്മിഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഴുതുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? അതായത് റീസൺ ഫോർ അഡ്മിഷൻ ഉണ്ടാകും. എന്ത് കാരണത്താലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോ ഇൻപേഷ്യന്റ് ആവുകയാണെങ്കിലാണ് നമ്മൾ അഡ്മിഷൻ ഫോം യൂസ് ചെയ്യുക പേഷ്യൻസ്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, നമ്മുടെ രോഗം എന്താണ്, ആ കാര്യം നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഏത് ഡോക്ടറെയാണ് നമ്മൾ കാണുന്നത്, പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്ത ഡേറ്റ് എന്നാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അഡ്മിഷൻ ഫോമില് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് മെഡിക്കേഷൻ റെക്കോർഡാണ്. മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ, അതായത് നമ്മുടെ മെഡിസിൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഡോസേജ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഡ്യൂറേഷൻ എപ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെഡിക്കേഷൻ റെക്കോർഡ്സിൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ മെഡിസിൻസിന്റെ ഡോസേജ്, അതിന്റെ ഡ്യൂറേഷൻ, ഏതൊക്കെ മെഡിസിൻസ് ആണ് പേഷ്യന്റ് കഴിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെഡിക്കേഷൻ റെക്കോർഡിലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാത്തരം പ്രൊസീജിയേഴ്സിന്റെയും അതുപോലെ തന്നെ എല്ലാത്തരം തെറാപ്പികളുടെയും റെക്കോർഡുകളാണ് ട്രീറ്റ്മെന്റ് റെക്കോർഡിൽ ഉണ്ടാകുന്നത്. ഓക്കെ, എല്ലാ പ്രൊസീജിയേഴ്സിന്റെയും അതുപോലെ തന്നെ എല്ലാത്തരം തെറാപ്പികളുടെയും റെക്കോർഡുകൾ. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോ ബ്ലഡ് ടെസ്റ്റ് എടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കുവാണെങ്കിലോ അതിന്റെ റിസൾട്ടുകൾ ഒക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിൽ സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ എക്സ്റേ, MRI, ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൺസെന്റ് ഫോംസ്. കൺസെന്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് കൺസെന്റ് ഫോം? സമ്മതപത്രമാണ് അല്ലെ? കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും? സമ്മതമാണ്, സമ്മതപത്രമാണ് അല്ലെ? അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമ്മതപത്രം വാങ്ങുന്നത്? കൺസെന്റ് എന്തിനാണ്? അതിനു വേണ്ടിയിട്ടായിരിക്കും ഹോസ്പിറ്റലുകൾ കൺസെന്റ് എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഹോസ്പിറ്റൽ എന്തിനാണ് കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്? ഇൻപേഷ്യന്റ് ആകുമ്പോഴും കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓപ്പറേഷന് മാത്രമല്ല, നമ്മൾ ഇൻപേഷ്യന്റ് ആവുകയാണെങ്കിൽ, കിടപ്പ് രോഗി ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റെ ഭാഗത്ത് നിന്ന് സമ്മതപത്രം വാങ്ങുന്നത്. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റെ പക്കൽ നിന്ന് എന്ത് വാങ്ങും? സമ്മതപത്രം വാങ്ങും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇൻപേഷ്യന്റ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലോ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മതപത്രം വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ താഴെയായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്താണ് നോക്കാം. Every hospital must maintain the medical records relating to his or indoor patients for a period of 3 years from the date of commencement of the treatment. അതായത് എല്ലാ ഹോസ്പിറ്റലും എന്ത് ചെയ്തിരിക്കണം? മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള? ഇൻഡോർ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകള് രോഗി ചികിത്സയിൽ ഇരിക്കുന്ന അന്ന് മുതൽ 3 വർഷം വരെ എവിടെ സൂക്ഷിക്കണം? ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. അപ്പൊ ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഇൻപേഷ്യൻസ്, അതായത് കിടത്തി ചികിത്സയിലുള്ള രോഗികളുടെ റെക്കോർഡുകൾ എല്ലാ ഹോസ്പിറ്റലുകളും രോഗി ചികിത്സയിലിരിക്കുന്ന അന്ന് മുതൽ 3 വർഷം വരെ കെപ്റ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ 3 വർഷ കാലാവധി പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ? അപ്പൊ ഞാനിപ്പോ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക. ഇന്നാണ് അഡ്മിറ്റ് ആയത്. എന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യും? ഇന്ന് തുടങ്ങി
3 വർഷ കാലയളവ് വരെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലില് സൂക്ഷിക്കുന്നുണ്ടാവും. ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യും? 3 വർഷക്കാലത്തോളം അവരത് സൂക്ഷിക്കും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? എന്തിനാണ് അങ്ങനെ സൂക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് 3 വർഷക്കാലത്തോളം? ലീഗൽ റീസൺ അല്ലെ? അതായത് ഏതെങ്കിലും ഒരു ഹയർ അതോറിറ്റിയോ, അതായത് ഗവൺമെന്റ് അതോറിറ്റികളോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളോ, അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടോ ഈ പേഷ്യന്റിന്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പാകപ്പിഴകളും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് 3 വർഷക്കാലത്തോളം സൂക്ഷിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇൻഷുറൻസ് കേസുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം, അതായത് രോഗി എന്തെങ്കിലും അസുഖം മൂലമാണെങ്കിലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലമാണെങ്കിലോ മരിക്കുന്നതെങ്കിൽ രോഗിക്ക് ഇൻഷുറൻസ് കിട്ടും അല്ലെ? രോഗിയുടെ കുടുംബത്തിന് അല്ല, ഫാമിലിക്ക് കിട്ടും. അപ്പൊ ഈ രോഗിയുടെ റെക്കോർഡ് എന്ത് ചെയ്തിരിക്കണം? ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ഇവർ ആവശ്യപ്പെടുമ്പോൾ, ഇപ്പൊ ഗവൺമെന്റ് അതോറിറ്റികൾ തന്നെ ആവശ്യപ്പെടുവാണ് അത് സബ്മിറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ഇവരത് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോ മർഡർ കേസുകൾ, അതുപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ടുള്ള കേസുകൾ, അങ്ങനെയുള്ള കേസുകളൊക്കെ ആയിട്ട് വന്നിട്ട് ചികിത്സയിലേക്ക് മരിച്ച പേഷ്യൻസ് ആണെങ്കിൽ പോലീസ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോർട്ടിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്? മെഡിക്കൽ റെക്കോർഡുകൾ ആവശ്യമാണ് അല്ലെ? ഓക്കെ, നമ്മൾ ചില കേസുകളിൽ നമ്മൾ ചില കേസിലൊക്കെ കണ്ടിട്ടില്ലേ മെഡിക്കൽ റെക്കോർഡുകൾ കോടതിയിലൊക്കെ ഹാജരാക്കുന്നത്. അപ്പോ അത് ഈ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാം? നമുക്ക് അത് ഹാജരാക്കാനായിട്ട്, പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുക. 3 വർഷ കാലയളവ് വരെ എന്ത് ചെയ്യണം? നമുക്ക് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. The next one, job description of OPD assistant. അതായത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണ് എന്ത് OPD അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അവരുടെ ജോലി വിവരങ്ങൾ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ ചെന്നാൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് അവരുടെ ജോലി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. അതായത് OPD പ്രൊസീജിയേഴ്സിന് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് അറേഞ്ച് ചെയ്യുക. അതായത് OPD പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം ഉപകരണങ്ങൾ ആവശ്യമാണ്, ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമാണ് അല്ലെ? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, directing patients from one place to other place inside the hospital. ഹോസ്പിറ്റലിനുള്ളിൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇപ്പൊ വഴി അറിയാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, പ്രായമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കില്ല ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് അല്ലെ? OPD അസിസ്റ്റന്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. ആവശ്യമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മലയാളികൾ മാത്രമല്ല ഉള്ളത്, അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ, അറബികളൊക്കെ ധാരാളമായിട്ട് വരാറുണ്ട് അല്ലെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോ അവരുടെ ഭാഷ അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഒരു ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പൊ ആവശ്യമെങ്കിൽ അവരുടെ ഭാഷ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പാസിംഗ് കേസ് ഷീറ്റ്സ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കേസ് ഷീറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുക. കേസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ചാർട്ടാണ് കേട്ടോ. ഓക്കെ, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള ചാർട്ടിനെയാണ് എന്ത് പറയാ? കേസ് ഷീറ്റ് എന്ന് പറയാം, പേഷ്യന്റ് ചാർട്ട്. അപ്പോ ഇത് OPD യിൽ നിന്നും മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും
ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. Okay. The next point, explaining basic details like the medicine, treatment, and reason for waiting to the patients. അതുപോലെ തന്നെ basic details, രോഗികളെ കുറിച്ചുള്ള basic details, അതായത് രോഗിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് ചിലപ്പോൾ മെഡിസിൻ വരാം, മെഡിസിനെ കുറിച്ച് രോഗിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരാം, ട്രീറ്റ്മെന്റിനെ കുറിച്ച് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരാം, എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ അധികം നേരം എന്തുകൊണ്ട് വെയിറ്റ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണം ചിലപ്പോൾ ബോധ്യപ്പെടുത്തേണ്ടി വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? OPD അസിസ്റ്റന്റ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, assist to open new medical record. അതായത് പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുക. ഓക്കെ. അതായത് പുതുതായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? OPD അസിസ്റ്റന്റ് ആണ്. ചില പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഫോം ഫില്ല് ചെയ്യാനൊന്നും അറിഞ്ഞെന്ന് വരില്ല. അപ്പൊ അവരെ സഹായിക്കേണ്ടത് ആരാണ്? OPD അസിസ്റ്റന്റ് ആണ്. ഓക്കെ. Then last one, ensure customer satisfaction. കസ്റ്റമറിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവർ ഹാപ്പി ആയിട്ടാണോ തിരിച്ചു പോകുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? OPD അസിസ്റ്റന്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ലൈക്ക് ഓക്കെ. എക്സാമ്പിൾ ഓഫ് രജിസ്ട്രേഷൻ സിസ്റ്റം. ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പേഷ്യന്റ് ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കുറെ കാര്യങ്ങളുണ്ട്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഓക്യുപേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ അഡ്രസ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ടൈപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് രോഗിയുടെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം ആരാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയോ മക്കളെ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും കിട്ടി? ഓക്കെ. കിട്ടിയിട്ടില്ല, കിട്ടാത്തവരുണ്ടല്ലേ? അപ്പൊ ആരാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് നമുക്ക് നോക്കാം. എ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, ഓൾസോ നോൺ ആസ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്, is a customer service centered employee who essentially treats. അതായത് രോഗികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് രോഗികൾക്ക് സേവനം ചെയ്യുന്ന ഒരു എന്താ പറയാ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ നമുക്ക് രണ്ട് പേരുകളിൽ വിളിക്കാം. ഒന്ന് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, മറ്റൊന്ന് ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ. ഇദ്ദേഹം ആരാണ്? കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആണ്. അദ്ദേഹമാണ് ആളുകളെ വെൽക്കം ചെയ്യുന്നത്, ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചില റെസ്പോൺസിബിലിറ്റീസ് അതായത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ചില ഡ്യൂട്ടീസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് guest relation representatives are available to assist patients and families by answering questions, explaining hospital policies, customer service and helping to resolve issues related to hospital services. ആദ്യം തന്നെ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്താണ് ചെയ്യുന്നത്? അതായത് പേഷ്യൻസിനെയും അവരുടെ ഫാമിലീസിനെയും അസിസ്റ്റ് ചെയ്യുന്നു. അവര് ചോദിക്കുന്ന എല്ലാത്തരം ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുന്നു. ഹോസ്പിറ്റലിന്റെ പോളിസിയെ കുറിച്ച്, മീൻസ് ഹോസ്പിറ്റലിന്റെ നയങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഹോസ്പിറ്റലിന്റെ എല്ലാത്തരം സർവീസുകൾക്കും പരിഹാരം കാണുന്നു. പേഷ്യന്റും അതുപോലെ തന്നെ പേഷ്യന്റ് ഫാമിലീസിനും എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാനുള്ള ഒരു ഓഫീസറാണെന്ത്
ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ, പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ പോളിസിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ ചില റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകാം. അതിനെക്കുറിച്ച് ചിലപ്പോൾ രോഗികൾ അവെയർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, അറ്റൻഡ് എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ്, കസ്റ്റമർ ഓർ ഫോറിൻ പേഷ്യൻസ് regarding facilities provided, any everything else. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോ ഗസ്റ്റുകൾ, അതായത് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് തന്നെയാണ് ഈ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഗസ്റ്റുകൾ വന്നാൽ, എസ്പെഷ്യലി ഫോറിൻ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഫോറിൻ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും എൻക്വയറീസ് നടത്തുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, അപ്പോ വിദേശത്ത് നിന്നൊരു വ്യക്തി വന്നു, ഒരു രോഗി വന്നെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആരാണ് കൊടുക്കുക? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, check if adequate welcome facilities are available for everyone whose arrival is on list. അതായത് വരുന്ന പേഷ്യൻസിന് അവരുടെ ലിസ്റ്റുകളുടെ ക്രമത്തിൽ, അതായത് നമുക്കറിയാം പിറ്റേ ദിവസം ചില സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട് ഹോസ്പിറ്റലുകളിൽ. അല്ലെങ്കിൽ രോഗികൾ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ചില ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ലിസ്റ്റ് അനുസരിച്ചിട്ട് അവർക്ക് വെൽക്കം ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത്, ആളുകളുടെ ക്രമത്തിനനുസരിച്ച് പേഷ്യൻസിന് വെൽക്കം ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നാലാമത്തെ പോയിന്റ്, attend to VIPs, very important person with more attention. പിന്നെ VIP-കളൊക്കെ വരുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോ സെലിബ്രിറ്റികളൊക്കെ വരാറുണ്ട് ഹോസ്പിറ്റലുകളിൽ അല്ലെ. അവരൊക്കെ വരുന്നതും പോകുന്നതും ഒന്നും മറ്റുള്ളവർ അറിയാറില്ല. അപ്പൊ ഭയങ്കര എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ VIPs വരുമ്പോൾ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതും ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. Okay, then fifth one, maintain a polite and a humble personality while attending to the guest. അതായത് ഓരോ ഗസ്റ്റുകളെയും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്താ ചെയ്യേണ്ടത്? വളരെ പൊളൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ഹംബിൾ ആയിട്ടും എന്ത് ചെയ്യുക, അവരോട് പെരുമാറുക, ബിഹേവ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, provide a detailed description of all the information that can be potentially asked for along with the document needed. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ്, ആവശ്യമായ രേഖയോടൊപ്പം ആവശ്യപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളുടെയും വിശദമായ വിവരണങ്ങൾ നൽകുക. അതായത് ഒരു പേഷ്യന്റ് വന്നു, അയാൾക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, ചില റെക്കോർഡ്സ് അയാൾക്ക് വേണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സിനോടൊപ്പം തന്നെ അയാൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തരം കാര്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം. ആര് കൊടുക്കണം? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, അപ്പോ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ പേഷ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള എല്ലാത്തരം വിവരങ്ങളുടെയും എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. ഓക്കെ, then take care of each and everything the guest might need and for to avoid last minute rush. അതായത് അവസാനത്തെ നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ അതിഥിയെ ശ്രദ്ധിക്കുക, ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതായത് നമ്മള് അതായത് ആദ്യം തുടങ്ങി അവസാനം വരെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റും അല്ലെ. എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് തിരക്കിന് ഇടയാകും, കൂടുതൽ തിരക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് ആ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്കാണ്. ഓക്കെ, the next one, check the amenities for their quality and proper provision to leave no ground for complaints. അതുപോലെ തന്നെ
പരാതികളില്ലാതിരിക്കാൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയോ ശരിയായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുക. അതായത് രോഗികളിൽ നിന്ന് പരാതികൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ശരിയായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യുക, അതുപോലെ തന്നെ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ അവർക്കത് ചെയ്തു കൊടുത്താൽ നമുക്ക് എന്തുണ്ടാവില്ല, കംപ്ലൈന്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആദ്യ ഉത്തരവാദിത്വമാണ്, ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ensure maintenance of proper information in the database. അതുപോലെ തന്നെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ, രോഗിയെ സംബന്ധിക്കുന്ന എല്ലാത്തരം വിവരങ്ങളും ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രോഗിയെ സംബന്ധിക്കുന്ന എല്ലാത്തരം കാര്യങ്ങളും ഡാറ്റാബേസിൽ എന്ത് ചെയ്യുക, സൂക്ഷിച്ച്, അതായത് അവരുടെ രേഖകൾ സൂക്ഷിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്, ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്, ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. Then work in close contact with the manager and get in touch with him whenever needed. അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ സുപ്പീരിയർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് മാനേജർ എന്ന് പറയുന്നത്. മാനേജറുമായിട്ട് ക്ലോസ് ആയിട്ട് ഒരു കോൺടാക്ട് ഉണ്ടാവുക, അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം എന്താണ് അദ്ദേഹവുമായി ഇടപെടുക, അദ്ദേഹവുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ സൂപ്പർവൈസറി പോസ്റ്റ് ആണ് മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹവുമായിട്ട് ക്ലോസ് ആയിട്ടൊരു റിലേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആര് സ്വീകരിക്കേണ്ടതുണ്ട്, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ സ്വീകരിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പോയിന്റ്, have a thorough knowledge of hospital, medical and non-medical departments and its functioning. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഹോസ്പിറ്റലിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ട് അല്ലെ, ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ, നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം. ഈ രണ്ട് മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് ഏരിയകളെ കുറിച്ച് നല്ല രീതിയിലുള്ള അറിവുണ്ടായിരിക്കണം ആർക്ക്, ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക്. ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാല് അതിന് റിപ്ലൈ പറയാനായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഉത്തരം പറയാനായിട്ട് ആർക്കറിയാൻ പറ്റണം, ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് പറ്റണം. ഓക്കെ, ക്ലിയർ ആണോ? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഓക്കെ ആണ്? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. അതുപോലെ തന്നെ എത്ര വർഷം വരെയാണ് മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്, എത്ര വർഷം വരെയാണ് കീപ്പ് ചെയ്യുന്നത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക്? 3 വർഷം. അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ മറ്റ് 2 പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. അത് നോട്ട് ചെയ്യാം. പിന്നെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെ മെത്തേഡ്സ് ആണ് സോൾവ് ചെയ്യാനായിട്ട്, OPD സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നോക്കുക. പിന്നെ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്, അത് 3 നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് നോക്കുക. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്നോസ്റ്റിക് അപ്പാരറ്റസ് ഏതാണെന്ന് ചോദിക്കാം, തെറാപ്യൂട്ടിക്, മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഈ ടേബിള് ഫുൾ ഒന്ന് അടയാളപ്പെടുത്തുക. പിന്നെ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോ അതിനകത്ത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരാം, അപ്പൊ ഒന്ന് നോക്കി വെക്കുക.
പിന്നെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കുക കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക. ലൊക്കേഷൻ ഓഫ് OPD ഗ്രൗണ്ട് ഫ്ലോർ. ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നീ കാണുന്ന പോയിന്റ്സുകളും. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റിഹാബിലിറ്റേഷൻ. അത്രയും മതി. മൈക്ക് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒന്നും ചോദിക്കാനില്ല. ലാസ്റ്റ് പോർഷൻ വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് നമുക്ക് കുറെ അധികം ആളുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് നോക്കിയാലും പറഞ്ഞുതരാം. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്പെസിഫിക് പ്രോബ്ലംസ് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള, അപ്ലൈ ചെയ്യാനുള്ളതാ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. ഞാൻ ജനറിക് മെഡിസിന്റെയും ട്രേഡ് മെഡിസിന്റെയും ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞു തന്നത് കൂടുതലായിട്ട്. നോക്കിയാൽ മതി ഇത് ലിസ്റ്റ്. ഇത് ചോദിക്കാനില്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ എടുക്കും, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, Miss. താങ്ക് യു. Thank you, Miss. താങ്ക് യു.